നിങ്ങളൊക്കെ ഡോക്ടർമാരാവാനായിട്ടാണല്ലോ മെഡിക്കൽ കോളേജിൽ ചേർന്നത്. അപ്പോൾ ഒരു ഡോക്ടറുടെ ജോലി എന്താണെന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ ആരാണ് ഡോക്ടർ? രോഗിയെ ചികിത്സിച്ചാൽ മാത്രം പോരാ, രോഗം കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ ഒരു രോഗം ശരിയായി കണ്ടുപിടിക്കുകയും അത് ശരിയായ രീതിയിൽ ചികിത്സിക്കുകയും ചെയ്യുന്ന ആളാണ് ഡോക്ടർ. അതുമാത്രം പോരാ, രോഗിയെ ആശ്വസിപ്പിക്കുകയും കൂടി ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ രോഗം കണ്ടുപിടിക്കുകയും അതിന് ശരിയായ ചികിത്സ നൽകുകയും രോഗിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ഡോക്ടർ. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിക്കാം. ആരായിരുന്നു ഭാരതത്തിൻ്റെ ആദ്യത്തെ രാഷ്ട്രപതി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ? ഇപ്പോഴത്തെ രാഷ്ട്രപതിയോ? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇവരൊക്കെ എത്ര രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്? ഇങ്ങനെ ഒരു രോഗിയെ പോലും ചികിത്സിച്ചിട്ടില്ലാത്ത ഒരുപാട് പേർക്ക് ഡോക്ടർ എന്ന പദവി നമ്മൾ നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് യേശുദാസ് ഒരു രോഗിയെ പോലും ചികിത്സിച്ചിട്ടില്ല. പക്ഷേ ഈ ഇടയ്ക്ക് തന്നെ കേരള സർവകലാശാല അദ്ദേഹത്തിന് ഡോക്ടർ എന്ന പദവി നൽകി. അപ്പോൾ ഈ ഡോക്ടർ എന്ന പദത്തിന് രോഗിയെ ചികിത്സിക്കുന്ന ആൾ എന്നല്ല അർത്ഥം. അതിൻ്റെ ശരിയായ അർത്ഥം അറിയണമെങ്കിൽ ഈ വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾക്ക് ഒന്ന് അന്വേഷിക്കാം. ഡോക്ടർ എന്ന പദം ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉണ്ടായത്. ലാറ്റിൻ ഭാഷയിൽ ഡോക്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു വലിയ ടീച്ചർ, അല്ലെങ്കിൽ മലയാളത്തിൽ ഗുരു എന്നാണ് ഡോക്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഗുരുസ്ഥാനീയരായ ആളുകൾക്കാണ് ഡോക്ടർ എന്ന പദവി നമ്മൾ നൽകുന്നത്. നിങ്ങളും ഞാനും അടങ്ങുന്ന എല്ലാ ഡോക്ടർമാരും ഗുരുക്കന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളും ഞാനും അടങ്ങുന്ന ഡോക്ടർമാർ, അതായത് മെഡിക്കൽ ഡോക്ടർമാർ, ജനങ്ങളെ എന്തിനെക്കുറിച്ചാണ് പഠിപ്പിക്കേണ്ടത്? ശരി, ഇതെന്താണ്? ഒരു കുത്ത്, ഒരു വെറും കുത്തല്ല, ഒരു കറുത്ത കുത്ത്. അതൊരു കറുത്ത പാടല്ലേ? അപ്പോൾ നിങ്ങൾ ആരും ഈ വെളുത്ത പ്രതലം കണ്ടില്ലേ? ഇത് വലിയ ഒരു വെളുത്ത പ്രതലത്തിൽ ഒരു ചെറിയ കറുത്ത കുത്താണ്. നിങ്ങളെല്ലാവരും കണ്ട ആ കറുത്ത കുത്ത് മാത്രമാണ് രോഗവും രോഗചികിത്സയും. എന്നാൽ ആ വലിയ വെളുത്ത പ്രതലം, നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ആ വലിയ വെളുത്ത പ്രതലമാണ് ആരോഗ്യം. ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ഡോക്ടർ. ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഡോക്ടർ എന്ന് എല്ലാവർക്കും ബോധ്യമായല്ലോ. അങ്ങനെയെങ്കിൽ എന്താണ് ആരോഗ്യം? രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം. രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യമെങ്കിൽ രോഗിയെ ചികിത്സിക്കുന്ന ആളാണ് ഡോക്ടർ. ഒരു കാര്യം, എനിക്ക് രോഗമൊന്നുമില്ല, പക്ഷെ 2 ദിവസമായി പട്ടിണിയാണ്. എനിക്ക് ആരോഗ്യമുണ്ടോ ഇല്ലയോ? എനിക്ക് രോഗങ്ങളൊന്നുമില്ല, രാവിലെ തന്നെ ഭക്ഷണമൊക്കെ ശരിക്ക് കഴിച്ചിട്ടുമുണ്ട്. പക്ഷേ മുകളിലത്തെ നിലയിൽ ഒരു പിരി ഒരല്പം ലൂസാണ്. എനിക്ക് ആരോഗ്യമുണ്ടോ ഇല്ലയോ? അപ്പോൾ ശരീരം മാത്രം നന്നായാൽ പോരാ, മനസ്സും നന്നായിരിക്കണം. നിങ്ങളിലൊരാൾക്ക് ശരീരത്തിന് ഒരു കുഴപ്പവുമില്ല, മാനസികമായി യാതൊരു തകരാറുമില്ല. പക്ഷേ നിങ്ങൾ ആരും തന്നെ അയാളോട് മിണ്ടുന്നില്ല. അയാൾ പൂർണ്ണ ആരോഗ്യവാനാണോ അല്ലയോ? ആരോഗ്യമെന്നാൽ വെറും രോഗമില്ലാത്ത അവസ്ഥയല്ല, ശാരീരികവും മാനസികവും സാമൂഹ്യവുമായ സുസ്ഥിതിയാണ്. ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഡോക്ടർ എന്നും ആരോഗ്യമെന്നാൽ ശാരീരികവും മാനസികവും സാമൂഹ്യവുമായ സുസ്ഥിതിയാണെന്നും എല്ലാവർക്കും ബോധ്യമായല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ 3 ഡോക്ടർമാരുണ്ട്. അതിലൊരു ഡോക്ടറുടെ അടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ രോഗചികിത്സയ്ക്കായി എത്തുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ ഡോക്ടർ നല്ല ഡോക്ടറോ ചീത്ത ഡോക്ടറോ? സംശയമുണ്ടോ? അയാൾ തന്നെ നല്ല ഡോക്ടർ. ആരാണ് ഡോക്ടർ? എന്തിനെക്കുറിച്ച് പഠിപ്പിക്കണം?
നിങ്ങളൊരു നല്ല ഡോക്ടറാണെങ്കിൽ നിങ്ങളൊരു നല്ല ടീച്ചറാണ്. നിങ്ങളൊരു നല്ല ടീച്ചറാണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ അതനുസരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു നല്ല ഡോക്ടറാണെങ്കിൽ നിങ്ങൾ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ജനങ്ങൾ മനസ്സിലാക്കുകയും അവരതനുസരിക്കുകയും അങ്ങനെ അവർക്ക് രോഗം വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അങ്ങനെ നിങ്ങളൊരു നല്ല ഡോക്ടറാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും രോഗികളുടെ എണ്ണം കുറയുകയാണ് വേണ്ടത്. ഡോക്ടർ എന്നാൽ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ടീച്ചറാകയാൽ കൂടുതൽ രോഗികൾ ചികിത്സയ്ക്കായി സമീപിക്കുന്ന ഡോക്ടർ നല്ല ഡോക്ടറല്ല, ചീത്ത ഡോക്ടറാണ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? നമുക്ക് കൂടുതൽ രോഗികൾ ചികിത്സയ്ക്കെത്തുന്ന ഈ ഡോക്ടറുടെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. മധ്യവയസ്കയായ ഒരു സ്ത്രീ ഈ ഡോക്ടറെ കാണാനെത്തുന്നു. അവർക്ക് മുട്ടുവേദനയാണ് പ്രശ്നം. ഈ ഡോക്ടർ എന്താ ചെയ്യുക? വളരെ സ്നേഹപൂർവ്വം വിളിച്ചിരുത്തും, കാര്യമായിട്ട് പ്രശ്നങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കും, വിശദമായി പരിശോധിക്കും. എന്നിട്ടോ ഒരു ഗുളിക കൊടുക്കും. ഈ ഗുളിക കഴിച്ച് ഒരു അരമണിക്കൂർ കഴിയില്ല, അപ്പോഴേക്കും അവരുടെ മുട്ടുവേദന മാഞ്ഞു പോകും. എന്തായിരിക്കും ആ ഡോക്ടറെക്കുറിച്ചുള്ള അഭിപ്രായം? നല്ല ഡോക്ടർ. പക്ഷേ എന്താ സംഭവിക്കുക? ഒരാഴ്ചയ്ക്കുള്ളിൽ അവർക്കൊരു വയറുവേദന വരും. അവരേത് ഡോക്ടറെ കാണും? ഈ ഡോക്ടറെ തന്നെ കാണും. കാരണം അവർക്കൊരു മുട്ടുവേദന വന്നു, ഒരൊറ്റ ഗുളിക കൊണ്ട് അത് ചികിത്സിച്ച് ഭേദമാക്കി. അങ്ങനത്തെ നല്ല ഡോക്ടറാണ്. അവിടെ എന്താ വീണ്ടും സംഭവിക്കുക? ഈ ഡോക്ടർ വീണ്ടും അവരെ സ്നേഹത്തോടെ പരിശോധിക്കും. കാര്യമായ പരിശോധനകൾക്ക് ശേഷം ഒരു ഇഞ്ചക്ഷൻ വെക്കും. ഇഞ്ചക്ഷൻ വെച്ചിട്ട് ആ സൂചി എടുക്കില്ല, അതിനു മുന്നേ വയറുവേദന മാഞ്ഞു പോകും. അപ്പോൾ അവർക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വളരെ നല്ല ഡോക്ടർ. കാരണം അവർക്കൊരു മുട്ടുവേദന വന്നു, അതൊരു ഗുളിക കൊണ്ട് മാറ്റി. ഒരു വയറുവേദന വന്നു, അതൊരു ചെറിയ ഇഞ്ചക്ഷൻ കൊണ്ട് മാറ്റി. എന്നാൽ എന്താ സംഭവിക്കുക? ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവർക്കൊരു തലവേദന വരും. അവരേത് ഡോക്ടറെ കാണും? ഈ ഡോക്ടറെ തന്നെ കാണും. കാരണം ഒരു മുട്ടുവേദന വന്നപ്പോൾ ഒരു ഗുളിക കൊണ്ടും വയറുവേദന വന്നപ്പോൾ ഒരു സൂചി കൊണ്ടും മാറ്റിയ വളരെ നല്ല ഡോക്ടറാണ് അദ്ദേഹം. എന്നാൽ നമുക്കറിയാം, മുട്ടുവേദനയെക്കാളും ഗുരുതരമാണ് വയറുവേദന, അതിനേക്കാൾ രൂക്ഷമാണ് തലവേദന. അപ്പോൾ അവർ കൂടുതൽ രോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലോ അവർക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും വളരെ 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 നല്ല ഡോക്ടർ എന്നാണ് അവരുടെ അഭിപ്രായം. ഇതേ രോഗി തന്നെ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ടീച്ചറാകുന്ന ഒരു ഡോക്ടറുടെ അടുത്ത് എത്തുന്നുവെന്ന് നോക്കാം. അദ്ദേഹം എന്താ ചെയ്യുക? ഇവരെ വിശദമായി പരിശോധിക്കും, അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ കേൾക്കും. അതിനുശേഷം അദ്ദേഹം ഗുളിക എന്തെങ്കിലും നൽകുമോ? ഇല്ല. പകരം അവരെ ആരോഗ്യപരമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഒന്നാമത്, അവർക്ക് തടി ഒരല്പം കൂടുതലാണ്, എല്ലുകൾക്ക് ബലക്കുറവുണ്ട്, മസിലുകൾക്കും ബലക്കുറവുണ്ട്. അതുകൊണ്ട് അവരുടെ യഥാർത്ഥ ചികിത്സ തടി കുറയ്ക്കുക എന്നുള്ളതും എല്ലുകൾക്കും മസിലുകൾക്കും ബലം വയ്ക്കുവാനായി വ്യായാമം ചെയ്യുക എന്നുള്ളതുമാണ്. അതിലേക്കായിട്ടുള്ള എല്ലാ ഉപാധികളും അദ്ദേഹം പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഒരു ഗുളിക പോലും നൽകാതെ അവരെ പറഞ്ഞയക്കുകയും ചെയ്യും. അത് കഴിയുമ്പോൾ ഈ ഡോക്ടറെക്കുറിച്ച് ആ രോഗിയുടെ അഭിപ്രായം എന്തായിരിക്കും? വളരെ മോശമായിരിക്കും. അവരുടെ മനസ്സിൽ അവരൊരു വലിയ അബദ്ധമാണ് കാണിച്ചതെന്നായിരിക്കും അഭിപ്രായം. ഞാനൊരു അബദ്ധം കാണിച്ചു, ഒരു മുട്ടുവേദനയ്ക്കായിട്ടൊരു ഡോക്ടറുടെ അടുത്ത് ചെന്നു. അയാളാണെങ്കിലോ ഈ ലോകത്തെങ്ങും നടക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ചോറ് തിന്നരുതെന്ന്, അധികം ചോറ് തിന്നുന്നത് കൊണ്ടാണ് മുട്ടുവേദനയെന്ന്. വ്യായാമം ചെയ്യണം പോലും. ഞാൻ ഈ ജീവിതത്തിൽ ഇതുവരെ വ്യായാമം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇനി ഈ വയസ്സാം കാലത്താണ് വ്യായാമം. എന്നാലോ അവസാനം അയാൾ ഒരു ഗുളികയെങ്കിലും തരുമോ? അതും ഇല്ല. എന്നാൽ ആ ഡോക്ടർ പറഞ്ഞത് ആ രോഗിയെ കേട്ടിരുന്നെങ്കിലോ? അവരുടെ മുട്ടുവേദന ഉടനെ കുറയില്ല, പക്ഷേ മസിലുകൾക്ക് ബലം വെക്കുകയും എല്ലുകൾക്ക് ബലം വെക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് പതുക്കെ 1 മാസത്തിനോ 2 മാസത്തിനോ ഉള്ളിൽ അവരുടെ മുട്ടുവേദന കുറയും. അതുമാത്രമല്ല, 1-2 വർഷത്തിനുള്ളിൽ അവർക്ക് വരാനിരുന്ന ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്
മുതലായ അസുഖങ്ങളൊക്കെ തന്നെ വഴിമാറി പോവുകയും അവർ കൂടുതൽ ആരോഗ്യവതിയാവുകയും ചെയ്യുമായിരുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാകുന്നുണ്ട്. രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ തങ്ങൾക്ക് ചികിത്സിക്കാനായി കൂടുതൽ രോഗികളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഡോക്ടറാണെങ്കിൽ അദ്ദേഹം തനിക്ക് ചുറ്റും രോഗികളുടെ എണ്ണം കുറയ്ക്കുകയും സമൂഹത്തിൽ ആരോഗ്യ നിലവാരം വളർത്തുകയും ചെയ്യും. രോഗികളെ ചികിത്സിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ജോലിയെന്ന് വിശ്വസിക്കുന്ന ഡോക്ടർമാർ തങ്ങൾക്ക് ചികിത്സിക്കാനായി കൂടുതൽ രോഗികളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് തൻ്റെ ജോലിയെന്ന് വിശ്വസിക്കുന്ന ഒരു ഡോക്ടർ സമൂഹത്തിൽ രോഗികളുടെ എണ്ണം കുറയ്ക്കുകയും ആരോഗ്യ നിലവാരം വളർത്തുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരുടെയും സ്പെഷ്യലിസ്റ്റുകളുടെയും എണ്ണം വളരെ കൂടുതലാണെങ്കിലും രോഗികളുടെ എണ്ണവും 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പൂർണ്ണ ബോധ്യമായിട്ടില്ല അല്ലേ? എങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങളിൽ ഒരാൾ പഠിച്ച് പാസ്സായി ഒരു വലിയ യൂറോളജിസ്റ്റ് ആകുന്നു. അയാളുടെ അടുത്ത് ധനികനായ ഒരാൾ തൻ്റെ 2 കിഡ്നിയും നഷ്ടപ്പെട്ടിട്ട് രോഗിയായി എത്തുന്നു. അയാൾക്ക് കിഡ്നി വിൽക്കാനായിട്ട് ഒരു സാധുവായ ഒരു മനുഷ്യനെ കൂടി അയാൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായിരിക്കും ആ യൂറോളജിസ്റ്റ് ആ സാധു മനുഷ്യനോട് പറയുക? നിങ്ങൾ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്, നിങ്ങളൊരു ജീവൻ രക്ഷിക്കുകയാണ്, ജീവിക്കാൻ ഒരു കിഡ്നി മതി. ഇതായിരിക്കില്ലേ നിങ്ങളുടെ ഉപദേശം? അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് ചോദിക്കുകയാണ്, ഒരു കിഡ്നി എടുത്താൽ ആ മനുഷ്യൻ്റെ ആരോഗ്യം കുറയുമോ? എന്തായിരിക്കും ഡോക്ടറുടെ ഉത്തരം? കുറയുമെന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ ആ കിഡ്നി എടുക്കുന്നു എന്ന് ചോദിച്ചാലോ? അയാളുടെ ഉത്തരം ഞാനൊരു രോഗിയെ ചികിത്സിക്കുകയാണ് എന്നാണ്. എന്നാൽ ഈ യൂറോളജിസ്റ്റ് ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ഡോക്ടർ എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിലോ ആ സാധു മനുഷ്യനോട് അയാളുടെ ഉപദേശം എന്തായിരിക്കും? കടം വീട്ടാനായി ഒരിക്കലും കിഡ്നി വിൽക്കരുത്. ഇപ്പോൾ 2 കിഡ്നി ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് അധ്വാനിക്കാൻ കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു കിഡ്നി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പിന്നെ അധ്വാനിക്കാൻ സാധിക്കില്ല. നിങ്ങൾ കൂടുതൽ രോഗിയാവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. മാത്രമല്ല അധ്വാനിക്കാൻ കഴിയാതെ വരികയും കുടുംബം പുലർത്താൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ കടത്തിലേക്ക് എടുത്തു ചാടുകയും അന്നേരം വിൽക്കാനായി ഒരു കിഡ്നി മാത്രം ബാക്കിയുള്ളത് കൊണ്ട് ഒരു കയറ് മാത്രമാവും നിങ്ങളുടെ ആശ്രയം. അതുകൊണ്ട് കടം വീട്ടാനായി ഒരു കാരണവശാലും കിഡ്നി വിൽക്കരുത് എന്നായിരിക്കും ആ ഡോക്ടറുടെ ഉപദേശം. അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഡോക്ടർ. ആരോഗ്യമെന്നാൽ വെറും രോഗമില്ലാത്ത അവസ്ഥയല്ല, ശാരീരികവും മാനസികവും സാമൂഹ്യവുമായ സുസ്ഥിതിയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എവിടെ സൂക്ഷിക്കും? പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കോ അതോ ഓർമ്മയിൽ സൂക്ഷിക്കോ? എനിക്ക് പറയാനുള്ളത് ഇത് പുസ്തകത്തിലും എഴുതി സൂക്ഷിക്കാൻ പാടില്ല, ഓർമ്മയിലും സൂക്ഷിക്കാൻ പാടില്ല. ഇത് നിങ്ങളുടെ ഹൃദയത്തിലാണ് സൂക്ഷിക്കേണ്ടത്. ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനോട് വികാരപരമായി പ്രതികരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ സാമൂഹ്യ സേവനം നടത്തുവാനും ഒരു ഡോക്ടറിൻ്റെ കടമ നിറവേറ്റുവാനും സാധിക്കുകയുള്ളൂ.